ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് അന്യന്റെ ഭാര്യയോട് എന്തേ ഇത്ര കമ്പം. ഇത് ഞാൻ ചോദിക്കുന്ന കാര്യമല്ല, ഒരു ഭാര്യ എന്നോട് ചോദിച്ചതാ. അന്യന്റെ ഭാര്യയോട് എന്തേ ഇത്ര കമ്പം. അത് അവളുടെ ഭർത്താവിന്റെ കാര്യമാണ് അവൾ സൂചിപ്പിച്ചത്. നമുക്ക് കാണാൻ സാധിക്കും, റോങ് അട്രാക്ഷൻ, തെറ്റായ രീതിയിലുള്ള ആകർഷണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ശരിക്കും സാത്താനാണ്. സാത്താന്റെ ഒരു പ്രത്യേകത, ശരി തെറ്റായിട്ടും തെറ്റ് ശരിയായിട്ടും മനുഷ്യനെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ദൗത്യമാണ്, അവൻ്റെ ഒരു പ്രയത്നമാണ്. ഒത്തിരി പേരുടെ കാര്യത്തിൽ അവൻ ഈ ഒരു മേഖലയിൽ വിജയം വരിക്കുന്നുണ്ട്. ഒരു സ്ത്രീ അവർ സൂചിപ്പിച്ച ഒരു കാര്യം, പക്ഷെ ഞാൻ വിവസ്ത്രയായിട്ട് കടന്നാൽ പോലും എൻ്റെ ഭർത്താവ് എന്നെ ഒന്നും നോക്കത്തില്ല. പക്ഷേ വഴിയിലൊക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അത്രയും സൗന്ദര്യമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും മറ്റു സ്ത്രീകളെ കാണുമ്പോൾ, അന്യൻ്റെ ഭാര്യയെ കാണുമ്പോൾ പുള്ളിക്കൊരു കമ്പോ. അവരെ നോക്കി നിൽക്കുന്നതും അവരെ നോക്കി നിന്ന് ആസ്വദിക്കുന്നതുമൊക്കെ പുള്ളിയുടെ ഒരു പതിവ് പരിപാടിയാണ്. അതുകൊണ്ടാണ് ചിലർ ഇങ്ങനെ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നോടില്ലാത്ത കമ്പം മറ്റുള്ളവരുടെ അന്യൻ്റെ ഭാര്യയോട് അവർക്കുണ്ടാകുന്നത്? ഇത് നല്ല രീതിയിൽ നമ്മൾ എടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും, നഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്വന്തം ഭാര്യയോട് ഉണ്ടായിരിക്കേണ്ട 5 കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഇല്ലാതെ വരുമ്പോഴാണ് അന്യന്റെ ഭാര്യയോട് കമ്പം. സ്വന്തം ഭാര്യയോട് ഉണ്ടായിരിക്കേണ്ടത് ഉണ്ടാകണം. 5 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം സ്നേഹം. നിന്റെ ഭാര്യയെ നീ സ്നേഹിക്കുക, ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കും. ഇവിടെ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 30-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്നേഹിക്കപ്പെടാത്ത ഭാര്യ ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാര്യങ്ങളിൽ ഒന്നായിട്ട് കാണണം. സ്നേഹിക്കപ്പെടാത്ത ഭാര്യ. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അവള് നമ്മെ ദ്രോഹിക്കുന്ന അവസ്ഥയുണ്ടാകും. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ടായിരിക്കാം മറ്റുള്ളവരിലേക്ക് നമ്മൾ തെറ്റായ രീതിയിൽ അടുക്കുന്നത്, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ബഹുമാനം, റെസ്പെക്ട്. ഭാര്യ ബഹുമാനിക്കുക. എഫേസസ് 5:22 മുതൽ വായിക്കുമ്പോൾ, ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം ഉണ്ടായിരിക്കേണ്ടതാണ് സ്നേഹവും ബഹുമാനവും. ഇത് രണ്ടും രണ്ടുപേർക്കും ഉണ്ടാകണം. മൂന്നാമത്തേതാണ് വിശ്വസ്തത. ഓസിയ 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. നിന്റെ ഭാര്യ രോഗിയാണെങ്കിലും നിന്റെ ഭാര്യയ്ക്ക് അവരുടേതായിട്ടുള്ള കുറവുകളോ പ്രത്യേകതകളോ ഒക്കെ ഉണ്ടെങ്കിലും അവരോട് വിശ്വസ്തത പുലർത്താനുള്ള ഒരു കടമയുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. നാലാമത്തെ കാര്യമാണ് സഹിഷ്ണുത. നമ്മൾ ജീവിത പങ്കാളിയോട് സഹിഷ്ണുത കാണിക്കാൻ സാധിക്കണം. എപ്പോഴും അവര് നമ്മെ മനസ്സിലാക്കി നമ്മുടെ ഇഷ്ടമനുസരിച്ച് നിന്നെന്ന് വരില്ല. അവർക്കും അവരുടേതായിട്ടുള്ള നേരഭേദങ്ങളൊക്കെ ഉണ്ടാകാം. സഹിഷ്ണുത കാണിക്കാൻ നമുക്ക് സാധിക്കണം. എഫേസസ് 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പൂർണ്ണമായ വിനയം, ശാന്തത, ദീർഘക്ഷമ, സഹിഷ്ണുത എന്നിവ കൈമുതലാക്കണം. ഭാര്യയാണേലും ഭർത്താവാണേലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രഭാഷകൻ 41-ന്റെ 2-ാമത്തെ വചനം പറയുകയാണ്, സഹിഷ്ണുത നഷ്ടപ്പെട്ടാൽ സദാ നീരസം പ്രകടിപ്പിക്കും. അത് ആ സഹിഷ്ണുത നഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. പിന്നെ എല്ലാത്തിനോടും നമുക്കൊരു ഈർച്ച, ഇഷ്ടക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാം. 5-ാമത്തെ കാര്യം പ്രഭാഷകൻ 36-ന്റെ 24 വായിച്ച കാണാൻ സാധിക്കും. നിന്റെ ഭാര്യയെ നിന്റെ സമ്പത്തായി കാണുക. ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ല, ആ വ്യക്തിയെ നിന്റെ സമ്പത്തായിട്ട് നീ കാണണം. 36-ാം അധ്യായം 25 പ്രഭാഷകൻ 36-ന്റെ 25 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഇല്ലാത്തവൻ വേലിയില്ലാത്ത വസ്തു പോലെയാണ്, സുരക്ഷിതൻ ആകത്തില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയെ സമ്പത്തായി കണ്ട് അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഏതൊരു ഭർത്താവിനും കഴിയണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, നിന്റെ ഭാര്യ നിനക്ക് വേണ്ടിയുള്ളതാണ് എന്ന് വചനം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ 5:15 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഭാര്യ നിനക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അന്യന്റെ ഭാര്യ അവന് വേണ്ടിയുള്ളതാണ്, നിനക്ക് വേണ്ടിയുള്ളതല്ല. നോട്ടത്തിലോ സംസാരത്തിലോ ഇടപഴകുന്നതിലോ ഒരു തെറ്റ് വരരുത് എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം. തെറ്റ് പറ്റിയാൽ എന്ത് സംഭവിക്കാം? 6-ാം അധ്യായം 27 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഉടുപ്പ് കത്താതെ ആർക്ക് നെഞ്ചിൽ കനൽ കൊണ്ട് നടക്കാൻ പറ്റും? അതുപോലെ അന്യന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കില്ല. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അന്യന്റെ ഭാര്യയോട് ആകാവുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധമായ സ്നേഹം. അത് ആരോടും ആകാം, അന്യന്റെ ഭാര്യയോടും ആകാം. റോമ 12:9 നിന്റെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. സ്നേഹം നിഷ്കളങ്കമാണെങ്കിൽ അവരുമായിട്ട് നല്ല പരിശുദ്ധമായ ഒരു സ്നേഹബന്ധം നമുക്ക് ഉണ്ടാകാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ആത്മീയ ബന്ധം. അതും
എല്ലാവരോടുമായിട്ട് നമുക്കുണ്ടാകുന്നതിന് കുഴപ്പമില്ല. എനിക്കറിയാം, ചിലപ്പോൾ പ്രയർ ഗ്രൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരുപാട് ആത്മീയ ബന്ധം പുലർത്തുന്ന വ്യക്തികള്, അതുപോലെ തന്നെ ആത്മീയമായിട്ട് വളരുന്നവര്, അവര് മറ്റൊരാളുടെ ഭാര്യ ആയിരിക്കാം. അവരുമായിട്ട് ആത്മീയ ബന്ധം പുലർത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുകയും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. മൂന്നാമതൊരു കാര്യം, പരസഹായം. അത് അന്യന്റെ ഭാര്യയ്ക്കും നൽകാൻ പറ്റും. പരസഹായം, ഒരാവശ്യത്തിലിരിക്കുന്ന വ്യക്തി ആരാണെങ്കിലും അവരെ സഹായിക്കണം എന്നുള്ളത് ലൂക്കാ 10-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ നല്ല സമറായന്റെ ഉപമയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അന്യന്റെ ഭാര്യയോട് ആകാം എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അത് തോബിത്തിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. തോബിത്ത് 8-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം. അതുപോലെ തന്നെ 2 കൊറിന്തോസ് 13:12, 1 തെസ്സലോനിക്ക 5:26, ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ ചുംബനം, ഹോളി കിസ്, ഹോളി ഹഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അവിടെയൊന്നും ഒരു തെറ്റ് വരാതെ, ഒരു ദുരുദ്ദേശവും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു കൾച്ചറിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. വിദേശത്തൊക്കെ അവർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതിൻ്റെ പേരിൽ നിങ്ങളുടെ കുടുംബത്തൊരു കലഹമോ വഴക്കോ ഉണ്ടാകുമെങ്കിൽ ഒരു കാരണവശാലും അതിലേക്ക് പോകരുത്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അന്യന്റെ ഭാര്യയോട് അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 41:21, ദുർമോഹത്തോടെ അന്യന്റെ ഭാര്യയെ നോക്കരുത്. വീണ്ടും 41:22 എടുത്താൽ, ദാസിയെ പ്രാപിക്കരുത്, അവൾ ഒരുപക്ഷെ വേറൊരുവന്റെ ഭാര്യയായിരിക്കാം. സുഭാഷിതങ്ങൾ 6:27, അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും അന്യന്റെ ഭാര്യയെ പ്രാപിക്കരുത്, അവരെ തൊടുക പോലും ചെയ്യരുത് എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. പ്രഭാഷകൻ 25:25, മറ്റുള്ളവരുടെ സൗന്ദര്യത്തിൽ, അന്യന്റെ ഭാര്യയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങരുത്. 2 സാമുവേൽ 11-12 അധ്യായങ്ങൾ വായിച്ചാൽ അന്യന്റെ ഭാര്യയിൽ അഭിലാഷം വയ്ക്കരുത്. ദാവീദിന് തന്നെയാണേലും പറ്റിയ തെറ്റ് എത്ര വലുതായിരുന്നു എന്നുള്ളത് അവൻ അവസാനം ലക്ഷ്യമായി പ്രാപിക്കുന്ന ആ ഒരു രംഗം അവിടെ നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 42:12-13 വചനങ്ങൾ വായിച്ചാൽ, അവരുടെ ഇടയിലിരുന്ന് ആകാരഭംഗി ആസ്വദിച്ചാൽ വസ്ത്രത്തിൽ നിന്ന് കീടം എന്നതുപോലെ പാപം നിന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അവസാനമായിട്ട് പ്രഭാഷകൻ 23:25, മറ്റുള്ളവരുമായിട്ട് അവിഹിത ബന്ധം, അന്യന്റെ ഭാര്യയുമായിട്ട് ഒരു അവിഹിത ബന്ധം അരുത് എന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് തിരുത്തേണ്ടത് തിരുത്തുവാൻ, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുവാൻ വേണ്ട കൃപയ്ക്കായി ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, ഈ വലിയ വാരത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അങ്ങൊഴുക്കുന്ന ദൈവകൃപ സ്വീകരിക്കാനും ആത്മീയ വളർച്ച പ്രാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരു ചെറിയ പാപം പോലും ചെയ്യാതെ ഉയർപ്പ് തിരുനാളിനായി യഥാവിധി ഒരുങ്ങുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഏറ്റെടുത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.